പേപ്പറിലൊക്കെ ശരത് കുമാർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ റോസാപ്പൂവൊക്കെ പിടിച്ച് മണിച്ചേട്ടൻ്റെ ഫേസ് കൂടെ ഉണ്ട്, പിന്നെ നമ്മുടെയൊക്കെ ഫേസ് ഒരു ഫേസ്. ആഷന് തൊട്ട് മുൻപ് എല്ലാവരുടെ മുഖത്തും മാസ്ക്, സൂര്യകാന്തിയുടെ. പടം ഞാൻ കണ്ട്, ഫുള്ളായിട്ട് കണ്ടില്ല, പക്ഷെ ഞാൻ കണ്ടു. ട്രെയിലർ കാണുന്നത് പടം കാണുന്നത് പറയില്ല. നമുക്കൊരു പേരിനൊരു കനം പോരാന്നൊക്കെ തോന്നിയ സമയം ഒരു ഡിഗ്നിറ്റിക്ക് വേണ്ടി ഞാൻ തന്നെ കുത്തി കയറ്റിയ പേരാണ്. വളരെ പ്രാക്ടിക്കലാണ്. പിന്നെ ഞാൻ പൈസ ഇല്ലാതെ ഇങ്ങനെ വെറുതെ നിൽക്കുന്ന സമയത്ത് ട്രസ്റ്റ് കിട്ടിയിട്ട് എന്താ കാര്യല്ലേ? മാട്രിമോണിയിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പ്രൊഫൈൽ എന്താണ്? ഞാൻ ശരത് കുമാർ എന്നാണ് എന്റെ കൊടുത്തിട്ടുണ്ട്. ഉണ്ട് ഗൈസ്, ഉണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് ഗുരുവായൂർ പോയി. ആൾക്കാരുടെ സമയത്ത് നമ്മൾ ആരും നിങ്ങൾ ഇവിടെ ഇരുന്ന് തള്ളുന്ന പോലും ഇല്ല. ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മൂവി വേൾഡ്. നമ്മുടെ കൂടെ ഇന്നുള്ള ഒരു ഗസ്റ്റ് എന്ന് പറയുന്നത് സ്പെഷ്യലാണെന്ന് പറയാൻ കാര്യം, കുറച്ച് ഡയലോഗ്സ് വഴി ഒരുപാട് ആളുകളിലേക്ക് റീച്ച് ആയ ഒരു ഗസ്റ്റ് തന്നെയാണ്. ശരത് സഭയാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ടു അവർ ഷോ. എന്തൊക്കെയുണ്ട് ഇപ്പോഴത്തെ ന്യൂ വിശേഷങ്ങളൊക്കെ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല മഴ, അതാണ് പുതിയ വിശേഷം. മൂവീസിന്റെ വിശേഷം ഇപ്പോൾ എന്തെങ്കിലും അപ്കമിങ് മൂവീസ് എന്തെങ്കിലും അടുത്തിറങ്ങാൻ ഞാൻ ചെയ്ത പരിപാടി കൊണ്ടൽ എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോഫിയ പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് വരാനിരിക്കുന്നത്. വലിയൊരു ബാങ്ക് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? സജിയേട്ട സേഫ് അല്ല പോലെ എന്തെങ്കിലും ഒരു സാധനം അതിൽ നിന്ന്? അത് ആ പടത്തിന്റെ ട്രെയിലറും മറ്റു പരിപാടികളൊക്കെ കഴിഞ്ഞ് അതിന്റെ പ്രൊമോഷൻ വരുന്ന സമയത്ത് ഞാൻ പടത്തിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഇപ്പൊ അവരൊന്നും ഡിസ്ക്ലോസ് ചെയ്യാറായിട്ടില്ല. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് അതതിന്റെ ആവശ്യമില്ലല്ലോ ഒന്നും. ഓക്കെ, അപ്പം ലാസ്റ്റ് കഴിഞ്ഞ ഇപ്പൊ കടകൻ മൂവിനെ പറ്റിയിട്ടൊക്കെ ആണെങ്കിൽ പോലും അതിന്റെ വിശേഷങ്ങളൊക്കെ പറയാം. അതിനൊക്കെ ശേഷമുള്ള ഒരു ചേഞ്ചസും കാര്യങ്ങളൊക്കെ. കടകന് ശേഷം ഒന്ന് രണ്ട് പരിപാടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ധ്യാൻ ശ്രീനിവാസന്റെ കൂടെ ഒരു പടമുണ്ട്. അത് ടൈറ്റിലൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. പിന്നെ ഒരു ജാതി ജാതകം വിനീത് ശ്രീനിവാസൻ അഭിനയിക്കുന്ന ഒരു പടം, അതൊക്കെ തന്നെയാണ് വരാൻ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഓൾമോസ്റ്റ് അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഡണ്ണാണ്, ഒക്കെ കഴിഞ്ഞു. ശരത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതില് ഇനിയിപ്പം എന്തെങ്കിലും ഒരു പ്രൊജക്റ്റില് സൈൻ ചെയ്യാനായിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ഇപ്പം അർജുന അശോകൻ നായകനായിട്ടുള്ള ഒരു പടം, അർച്ചന 31 ഒക്കെ ഡയറക്ടർ, പിന്നെ മഹേഷ് നാരായണൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടമാണ് ഇപ്പം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഷൂട്ട് നടക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മഴ തുടങ്ങുന്നതിന് മുൻപ് വരെ അത് പോയിരുന്നു. മഴയ്ക്ക് ശേഷം അത് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്, മഴ കഴിഞ്ഞിട്ട് അങ്ങനെ വേണ്ടിയിട്ട്. ഇപ്പം കഴിഞ്ഞ കുറച്ച് ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് ഫിലിംസിൽ വളരെയധികം ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരിലേക്കും കൂടുതലായിട്ട് റീച്ച് വന്നതും ശ്രദ്ധിക്കപ്പെട്ടതും ആ ഒരു സജിയേട്ട എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് കൂടിയിട്ടുള്ള ആ ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും അല്ലേ? അപ്പം അതിനുശേഷം ഉള്ള ഒരു റെസ്പോൺസ്, ഇപ്പം ഫാമിലിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിലും ഉള്ള റെസ്പോൺസ് നല്ല റെസ്പോൺസ് തന്നെയായിരുന്നു. കരിയറിലേക്ക് അത് വല്ലാണ്ട് ഗുണം ചെയ്തു എന്ന് ഫീൽ ചെയ്യുന്നില്ലേ? ഭയങ്കരമായിട്ടും നമ്മൾ ഇറങ്ങിയിട്ടുള്ള പരിപാടികളിൽ അവൻ ഓക്കെയാണ്. എന്തിനൊരു വീട്ടുകാർക്കൊക്കെ ഈ പറയുന്ന പോലെ ഒരു വിശ്വാസം ഉണ്ടാവും പറ്റി. അതാണ് എന്ന് പറയുന്നതിന് മുൻപ് ഞാൻ അതിന് മുൻപും കുറച്ച് പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം പാലക്കാട് ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരാൾ നാടകം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഡ്രാമ സ്കൂളിലോട്ട് പോകുന്ന സമയത്ത് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ വെക്കേഷനൊക്കെ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് നാടകം പഠിച്ചിട്ട് എന്താ, എന്ത് ചെയ്യാനാ എന്ന് അവർ ചോദിക്കുമ്പോഴും എനിക്കും ആ ഡൗട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനോടുള്ള ഇഷ്ടവും അഭിനയത്തോടുള്ള ആ ഒരു സ്കൂൾ തൊട്ട് നാടകം കളിച്ചപ്പോൾ കിട്ടുന്നൊരു ഹരത്തിൻ്റെ പുറത്താണ് ഞാൻ ഡ്രാമ സ്കൂളിൽ പോകണം എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് അങ്ങനെ കിട്ടുന്ന സമയത്ത് ഞാൻ അതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമുക്ക് ബാക്കി പഠനത്തിൻ്റെ പരിപാടിയും മറ്റ് ഇതിലൊക്കെ സ്കൂളിലൊക്കെ ചെയ്യുന്നതൊക്കെ പഠനത്തിനാണെങ്കിലും അപ്പോഴൊന്നും കിട്ടാത്തൊരു ഹരം ഡ്രാമ സ്കൂളിൽ പോയി പഠിക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോഴും ഈ തിയറി പരിപാടികൾക്കല്ല കേട്ടോ, പ്രാക്ടിക്കൽ പരിപാടികൾക്കെ കിട്ടുന്നുണ്ടായിരുന്നു. സ്കൂളിലത്തെ അതേ അവസ്ഥ തന്നെയായിരുന്നു ഞാൻ തിയറി എക്സാമിന് ഇരിക്കുന്ന സമയത്തും അവിടെ ഉണ്ടാവല്. അപ്പോൾ ഡ്രാമ സ്കൂളിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്കും ഉണ്ടാവും ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് എന്താവും നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വീട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ഒക്കെ ആവാറാവുന്ന സമയത്ത്
എൻ്റെ കൂടെയുള്ളവർ ഒരാൾ പ്രവീൺ ധോണിയുടെ കൂടെ ഒരു ആഡ് ഫിലിമിൽ അഭിനയിക്കുന്നു. മാർട്ടിൻ ആണെന്നുണ്ടെങ്കിൽ ആട്ടക്കളരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം ഇന്ത്യയിലെ ഒരു കണ്ടംപററി ഡാൻസ് ഫോം പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. കുറച്ച് നല്ല പേരുള്ള ഒരു സ്ഥാപനം. അങ്ങോട്ട് അഡ്മിഷൻ കിട്ടുന്നു, അങ്ങോട്ട് പോകുന്നു. എനിക്ക് സ്പെയിനിലോട്ട് പോകാനും അവിടെ 1.5 മാസം അവിടുത്തെ തിയേറ്റർ അക്കാഡമിയായിട്ട് പ്രവർത്തിച്ച് അവരുടെ പ്രൊഡക്ഷനിൽ ഭാഗമാകാനുള്ളൊരു അവസരം കിട്ടുന്നു. അപ്പം അവിടെ പേപ്പറിലൊക്കെ ശരത് കുമാർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ റോസാപ്പൂവൊക്കെ പിടിച്ചേക്കുന്നു. ഫോട്ടോയൊക്കെ നാട്ടിൽ വരുന്നു, എന്നെ കുറിച്ച് ആർട്ടിക്കിൾ വരുന്നു. ആ സമയത്തൊക്കെ ആൾക്കാർക്ക് ഒരു ഡ്രാമ സ്കൂൾ പോയിട്ട് ഇങ്ങനെ സ്പെയിനിലോട്ട്, അപ്പൊ വീട്ടില് സ്പെയിൻ എന്ന് പറയുന്നത് ഗൾഫല്ലല്ലോ എന്നുള്ളൊരു സ്പെയിൻ അത്ര വലിയ താല്പര്യമില്ല ആർക്കും. അങ്ങനത്തെ ഒരു ഒരു മൈൻഡിലാണ് നിൽക്കുന്നത് എല്ലാവരും. ഭയങ്കര ഇതായി. ഞാൻ ഇതൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സംഭവങ്ങളാണ് ലൈഫിൽ നടന്നുകൊണ്ട് പോകുന്നത്. ഞാൻ പഠനത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ആ സമയം ഓക്കെ, ഞാൻ പോകുന്നത് ഒരു നല്ലൊരു വഴിയിലൂടെയാണ്. ലക്ഷ്യം എന്താണെന്നൊന്നും അറിയത്തില്ല, എന്നാലും പോകുന്ന മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. മനസ്സിൽ പോലും ആഗ്രഹിക്കാത്ത കുറെ ഭാഗ്യങ്ങൾ ഞാൻ പോകുന്ന വഴിയിലൂടെ എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഹാപ്പി ആയിരുന്നു. അങ്ങനെ പോകുന്നു. അപ്പം ആ ഒരു മൊമെന്റിൽ തന്നെ നാട്ടുകാർക്കും ഇതൊക്കെ ഉള്ള ഒരു ഈ പറയുന്നൊരു വിശ്വാസം മറ്റു പരിപാടികളൊക്കെ വന്നിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തരംഗം എന്ന് പറയുന്ന പടം ചെയ്യുന്നുണ്ടായിരുന്നു. ഒറ്റയാൾപാത എന്ന് പറഞ്ഞൊരു പാരലൽ മൂവി ചെയ്തു. പക്ഷെ അതിനെക്കുറിച്ച് നാട്ടുകാർക്കൊന്നും അറിയില്ലായിരുന്നില്ല. 2016 മികച്ച 2ാമത്തെ സിനിമയായിട്ട് എന്താ നമ്മുടെ അവാർഡൊക്കെ പടത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ നാട്ടിലുള്ളവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. തരംഗം എന്ന് പറഞ്ഞാൽ ടോവിനോയുടെ കൂടെയുള്ള ട്രെയിലർ വന്ന സമയത്ത് അലേർട്ടായിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ എന്നുള്ളൊരു ട്രാക്കിൽ വരുന്നുണ്ട്. അതിങ്ങനെ ഗ്രാജുവലി എങ്ങനെ കയറി വന്നിട്ട് ജാനമനില് ഒരു എക്സ്പോഷർ കിട്ടിയപ്പോ അതിനു മുൻപ് മിസ്റ്റർ മിസ്റ്റർ റൗഡിയൊക്കെ ഇറങ്ങുന്ന സമയത്ത് നാട്ടിൽ ഫ്ലെക്സ് ഒക്കെ വെച്ചു. ജിത്തു ജോസഫ് സാറിന്റെ പടത്തില് 4-5 പേരിൽ ഒരാൾ എന്ന് പറയുന്നത്. ശരത് സഭയ്ക്ക് അഭിനന്ദനങ്ങൾ, നാടിന്റെ അഭിമാനമായ ശരത് സഭ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയായിരുന്നു. അപ്പൊ ആ ഒരു ആളുകൾക്ക് അപ്പൊ പ്രഡിക്റ്റബിൾ ആയിരുന്നു. പക്ഷെ എന്നാലും ഒരു ഇത്ര ജനമൻ ഇങ്ങനെയൊക്കെ വിചാരിച്ചില്ല. അവിടെ ഇങ്ങനെ ആൾക്കാർക്ക് ഓക്കെ, ശരത്ത് ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നുള്ള തരത്തിലുള്ളൊരു റെസ്പോൺസ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അറിയില്ല. ഓക്കെ, ഇപ്പം ആദ്യമായിട്ടൊക്കെ ഒരു ബിഗിനർ എന്നുള്ള രീതിയിലൊക്കെ പോകുമ്പം ഓരോ ക്യാരക്ടേഴ്സിന് ഇപ്പം ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പറഞ്ഞു തരില്ലല്ലോ. ഇന്നതാണ് മൂവിയുടെ കഥ, ഇതാണ് ഒന്നും നമുക്കറിയില്ല. ഒരു ചെറിയൊരു പ്ലോട്ടും ഇതാണ് ക്യാരക്ടർ എന്നുള്ള ഒരു 1 ലൈൻ കേട്ടിട്ടായിരിക്കും നമ്മൾ പോകണ്ടാവുക. അപ്പം അങ്ങനെ കേൾക്കുമ്പോൾ ഓഫ് കോഴ്സ് ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻസ് എടുത്തിട്ടായിരിക്കുമല്ലോ ചെല്ലുക. പക്ഷെ അവിടെ ചെന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെന്ന് ഫസ്റ്റ് സീനിലൊക്കെ വന്നു കഴിയുമ്പം നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ലടാ എന്ന് തോന്നിയ എന്തെങ്കിലും ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ അങ്ങനെ ഡ്രാസ്റ്റിക് ചേഞ്ച് തന്ന ഏതെങ്കിലും ക്യാരക്ടർ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതല്ല ഇതിൽ വരുമ്പോൾ സ്ക്രീനിൽ കണ്ടപ്പോൾ എന്ന് തോന്നിയത്? എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മൾ മനസ്സിൽ കണ്ടിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇതായിരിക്കും എന്നായിരിക്കും വിചാരിക്കും. പക്ഷെ നമ്മുടെ ഫേസ് ഒന്നും അല്ല നമ്മുടെ മനസ്സിൽ വരിക, സ്ക്രീനിൽ നമ്മുടെ ഫേസാ വരിക. അപ്പൊ ഇങ്ങനെയാണല്ലേ തോന്നിയിരിക്കുന്നത് എന്നുള്ളത് ഇതില്. ഓക്കെ, ഇപ്പൊ നാടകവും ഷോർട്ട് ഫിലിംസ് ഒക്കെ അല്ലാതെ മലയാളം മൂവിയിലേക്ക് വന്നപ്പം ഫസ്റ്റ് അഭിനയിച്ച ഫസ്റ്റ് ടേക്ക് എടുത്ത സീൻ ഓർമ്മയുണ്ടോ? മലയാള സിനിമ അതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഓർമ്മയുണ്ടോ? അതിന് തൊട്ട് മുമ്പ്, ആ സീൻ എടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ഫീല്? അതും ഗ്രാജുവലി ഉള്ള പരിപാടിയാണ്. ആദ്യമായിട്ട് ക്യാമറയിൽ മുന്നിൽ നിൽക്കുന്നത് പുള്ളിമാൻ എന്ന് പറയുന്നൊരു സിനിമ, കലാഭവൻ ചേട്ടൻ്റെ പുള്ളിമാൻ എന്ന് പറയുന്ന സിനിമ. അത് പാലക്കാട് കോട്ടായിൽ ഷൂട്ട് നടക്കും. അപ്പോൾ ഡ്രാമ സ്കൂളിൽ നിന്ന് നമ്മളൊരു കൂട്ടം ആൾക്കാർ, ഒരു 8-10 പേര് അങ്ങനെ ഉണ്ട്, നമ്പർ കൃത്യമല്ല. അങ്ങനെ ഇത്രയും ആൾക്കാരെ ആ സിനിമയിൽ ഒരു സ്ട്രീറ്റ് പ്ലേയുടെ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മുടെ സീനിയറൊക്കെ തന്നെ അവിടെ
അസിസ്റ്റ് ചെയ്യുന്ന അവരുടെ ഫ്രണ്ട്സോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെ പോകുന്ന സമയത്ത് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു ക്യൂരിയോസിറ്റി. പോകുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്, കംഫർട്ടബിൾ ആയിട്ടുള്ള ടീംസ്. നമ്മൾ അവിടെ പോയി കഴിഞ്ഞിട്ടുള്ള നാടകം കളിക്കുന്ന അതേ മൂഡിൽ പോയിട്ട് നമ്മുടെ സ്ട്രീറ്റ് പ്ലേയും ആണല്ലോ. അപ്പം നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളുമായിട്ടൊരു പരിപാടി പ്ലാൻ ചെയ്തിടുന്നു, മറ്റേതിടുന്നു, അവർ ഷൂട്ട് ചെയ്യുന്നു, കംഫർട്ടബിൾ അങ്ങനെയുള്ളൊരു പരിപാടിക്കാണ് പോകുന്നത്. പോയിട്ട് അവിടെ പോയി ചെയ്യുന്നത് ഒരു പാട്ട് സീനാണ്. ഒരു പാട്ട് സീനിൽ അവരൊരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. നമ്മൾ ആ കൂട്ടത്തിൽ എവിടെയൊക്കെയോ ഉണ്ട്. മറ്റേ കോസ്റ്റ്യൂം മറ്റു പരിപാടികളൊക്കെ കെട്ടിട്ട് അങ്ങനെ ക്യാമറ ഓൺ ചെയ്ത് നമ്മൾ എവിടെങ്കിലൊക്കെ കിടന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ കണ്ടു കണ്ടില്ലെങ്കിൽ ആ മൂടായിരുന്നു. ഇന്നത് ചെയ്യണമെന്നൊന്നുമില്ല, എന്തെങ്കിലും ചെയ്താൽ മതി. അപ്പൊ പിന്നെ പ്രിപ്പറേഷന്റെ ആവശ്യമില്ലല്ലോ. പ്രിപ്പറേഷൻ കൊറിയോഗ്രാഫർ വന്നിട്ട് സ്റ്റെപ്പൊക്കെ ഇങ്ങനെ പന്തൊക്കെ കയ്യിലുണ്ട്, അങ്ങനെ തുള്ളി കളിച്ചാൽ മതി. ക്യാമറയിൽ കാണണമെങ്കിൽ ചിലപ്പോ ഒന്ന് ചാടേണ്ടി വരും. 3-4 വരി കഴിഞ്ഞിട്ട് പുറകിലായിരിക്കും നമ്മൾ. പിന്നെ ആ പടത്തിൽ തന്നെ മണിച്ചേട്ടൻ സെന്ററിൽ നമ്മളൊക്കെ ഇങ്ങനെ അടുത്ത് വന്നിട്ടൊരു ഫുൾ ഫ്രെയിം കിട്ടി. മണിച്ചേട്ടന്റെ ഫേസ് ഇവിടെ ഉണ്ട്, പിന്നെ നമ്മുടെയൊക്കെ ഫേസ് ഇങ്ങനെ 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 വന്നിട്ടുള്ള ഒരു ഫേസ്. അത് വൻ പരിപാടിയായിരുന്നു. ആക്ഷന് തൊട്ട് മുൻപ് എല്ലാവരുടെ മുഖത്തും മാസ്ക്, സൂര്യകാന്തിയുടെ. പിന്നെ ഇല്ലല്ലോ, തളരല്ല, ഒരു പിന്നെ പേടിയില്ല നമ്മുടെ മുഖത്തിന്റെ എന്താ കാണിക്കണ്ടെന്ന്. അങ്ങനെ ഒരുപാട് സ്ലാങ്സ് കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ പല പല കഥാപാത്രങ്ങളായിട്ട്. എനിക്ക് തോന്നുന്നു നോർമൽ സ്ലാങ്ങിൽ ഏതെങ്കിലും ക്യാരക്ടർ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് കൊണ്ടുവന്നിട്ടല്ലേ സ്ലാങ് പൊതുവെ വരാറ് എല്ലാ ക്യാരക്ടേഴ്സിനും? നോർമലായിട്ട് കാര്യങ്ങൾ ഉണ്ട്, പക്ഷെ കൂടുതലും എനിക്ക് തോന്നുന്നു ഈ മലയാളത്തിലെ തന്നെ ഒരുപാട് സ്ലാങ്സ് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയത് പാലക്കാട്. ഞാൻ പാലക്കാടുകാരനാണ്, അതുകൊണ്ടിട്ട് സ്വന്തം സ്ലാങ് തന്നെ കൈകാര്യം ചെയ്യാൻ ഈസി ആയിരുന്നു എന്ന്. പാലക്കാട് അല്ലാതെ തൃശ്ശൂര്. അപ്പൊ ഈ സ്ലാങ്ങിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? ഡ്രാമ സ്കൂളിൽ വന്ന സമയത്ത് ഡ്രാമ സ്കൂളിൽ ഓൾമോസ്റ്റ് എല്ലാ ജില്ലയിൽ നിന്നുള്ള ആൾക്കാർ ഉണ്ട്. കാസർഗോഡും ഉണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം അവരുടെയൊക്കെ ഒരു സ്ലാങ്ങിൻ്റെ രീതിയും മറ്റേതൊക്കെ അവർ വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഒരു സ്ലാങ് ഉണ്ടാവും. പിന്നെ പിന്നെ എല്ലാം കൂടെ കൂടിക്കഴിഞ്ഞിട്ടൊരു സ്ലാങ് ആവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചെറിയ ചുവകൾ ഉള്ളൊരു ഇതുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉള്ളിൽ. പിന്നെ ഈ സ്ലാങ്ങൊക്കെ തൃശ്ശൂർ, ഇപ്പം ഞാൻ കൊറോണ എല്ലാം ചെയ്യുന്ന സമയത്ത് തൃശ്ശൂർ സ്ലാങ് ആയിരുന്നു. അപ്പം ഞാൻ തൃശ്ശൂർ തന്നെ പഠിച്ചു. അവിടെ കുറേ ആൾക്കാരുടെ ഒരു ശൈലിയും കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ടാവുമായിരിക്കാം, അതുകൊണ്ടായിരിക്കും എനിക്ക് മറ്റേത് കിട്ടിയത്. അങ്ങനെയൊക്കെ തന്നെ ആൾക്കാരെ കണ്ടിട്ടുള്ളൊരു ഇതും ഇതൊക്കെ വെച്ച് പിന്നെ നമ്മളത് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഒന്ന് ആ നാട്ടിൽ ആൾക്കാർ സംസാരിച്ച്, പിന്നെ റൈറ്റർമാരാണെങ്കിലും മറ്റവരൊക്കെ അവർ സ്വന്തം ലാംഗ്വേജിൽ തന്നെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ജയ 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 ഹേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റൈറ്റർ ആണെന്നുണ്ടെങ്കിലും, പ്രണയവിലാസം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റൈറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും, കൊറോണ ദഹനം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റൈറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, കൊറോണ ദഹനം ചെയ്യുന്ന സമയത്ത് ടീം മൊത്തം തൃശ്ശൂർകാരാണ്. ഇവരൊക്കെ എപ്പോഴും കൂടെ ഉണ്ടാവും, നല്ല സപ്പോർട്ടായിരിക്കും. ഓരോ വരിക്കും ഓരോ വേർഡ്സിനടക്കം അവർ ഇത് പറഞ്ഞുതരും. നമുക്കധികം പരിപാടിയില്ല. സ്ലാങ് അല്ലാതെ ഇപ്പം മലയാളം അല്ലാതെ ലാംഗ്വേജസ് വേറെ എല്ലാം അറിയോ? ഏതൊക്കെ അറിയാം? മലയാളം മാത്രമേ തമിഴ് കേട്ട് കഴിഞ്ഞാൽ കുറച്ച് മനസ്സിലാവും. കൊഞ്ചം കൊഞ്ചം പേശാനും തിരിയും. കൊഞ്ചം കൊഞ്ചം തിരിയും. ഫ്ലുവൻ്റ് അല്ല, പക്ഷെ കേട്ടാൽ മനസ്സിലാവും. ഹിന്ദി നെഹി, ഇംഗ്ലീഷ് നെഹി എന്ന് പറഞ്ഞാൽ നെഹി അങ്ങനെ. ഓക്കെ, അപ്പൊ മലയാളമാണ് ബെറ്റർ ആയിട്ടുള്ളൂ എന്നാണോ? മലയാളം ബെറ്റർ ആയിട്ട് അറിയോ? കൊഞ്ചം കൊഞ്ചം. ഓക്കെ, പിന്നെ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ ഈ അഭിനയിച്ച് മൂവീസൊക്കെ കണ്ട് ഇറങ്ങുമ്പോൾ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഉള്ളൊരു വാവ്, അതായത് ആ ഫസ്റ്റ് സീനൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഉള്ളൊരു സംഭവമില്ലേ, തിയേറ്ററിൽ ആൾക്കാർ തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് ഒക്കെ, അതൊക്കെ എങ്ങനെ എൻജോയ് ചെയ്തു? അടിപൊളിയായിരുന്നു. ആ സ്ക്രീനിൽ നമ്മളെ കാണുന്ന സമയത്ത് എനിക്ക് അത്ര ആസ്വദിക്കാൻ പറ്റാറില്ല. ടെൻഷനും മറ്റു പരിപാടി. ഞാൻ കാണുന്ന സിനിമ, ഇപ്പം ഞാൻ സിനിമ ചെയ്യുന്നതിന് മുൻപ് നാടകം ചെയ്യുന്ന സമയത്ത് അത് റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ കാണുന്ന സമയത്ത്, നാടകം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ആൾക്കാർ എടാ സമയം അടിപൊളിയായിരുന്നു. അപ്പൊ അവരുടെ ഒരു ആ സന്തോഷത്തിന് ഇതൊക്കെ നിന്നിട്ട് നമ്മൾ ആ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഒന്ന് കാണും. അപ്പോഴാണ് നമുക്ക് കാണുന്നത് ഇതാണോ ഞാൻ ചെയ്തു വെച്ചത്, മനസ്സിൽ വേറെ എന്തൊക്കെയോ പെട്ടക്കുന്നത്.
പക്ഷെ അതേ ഫീൽ തന്നെയാണ് ഞാൻ ആദ്യം ചെയ്യുന്ന പടങ്ങളിൽ സ്ക്രീനിൽ ഇങ്ങനെ കാണുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഇരുന്ന് കാണും. എൻ്റെ പരിപാടിയൊക്കെ ഞാൻ ഇങ്ങനെ പോകും. ഓ നൈസായിട്ട്. എന്തോ ആദ്യം ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ. ഇപ്പൊ അത് ശീലമായി എന്താ ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് കാണും. ഓക്കെ, ഇനിയിപ്പോ എന്താ എന്നുള്ളൊരു ഇതിലേക്ക് എത്തി. തരംഗം നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ലുലുവിൽ പോയിട്ട് നേരത്തെ ക്രൂ കാണുന്നതിന് മുൻപ് നമ്മൾ ഷോ ഉണ്ട്, വേറൊരു പ്രോഗ്രാമിന്, നാടകത്തിന്റെ തന്നെ ഒരു പ്രോഗ്രാമിന് പോകാനുണ്ടായിരുന്നു. അപ്പൊ ക്രൂവിന്റെ കൂടെ അല്ലാതെ അതിനേക്കാൾ മുൻപുള്ളൊരു ഷോയ്ക്കാണ് ഞാൻ പോയത്. അപ്പൊ എൻ്റെ ഫ്രണ്ട്സും പരിപാടികളൊക്കെ അവരൊക്കെ ആയിട്ട് തരംഗം കണ്ടിറങ്ങി പടം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് കുട്ടികളും എല്ലാവരൊക്കെ കൂടിയിട്ട് അതിൽ ലുലുവിൽ അന്ന് സെലിബ്രിറ്റി ആയിട്ട് പടത്തിൽ അഭിനയിച്ചാൽ ഞാൻ മാത്രമേ ഉള്ളൂ. മറ്റേ ക്രൂവിന്റെ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും മറ്റേ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഉണ്ട്, സീനിയർ ആർട്ടിസ്റ്റുകളൊക്കെ എല്ലാവരും ഉണ്ടാവും. ഇതില് ഞാൻ മാത്രം ഉണ്ടായിരുന്നു. എല്ലാവരും എൻ്റെ അടുത്ത് വന്നിട്ട് സെൽഫി എടുക്കലും മറ്റു പരിപാടി ആകുന്ന സമയത്ത് നമ്മളെ പ്രതീക്ഷിക്കാതെ അങ്ങനെ സംഭവിച്ചത്. അപ്പൊ ഒരു സർപ്രൈസ് മൂമെന്റ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെ അടുത്തിരുന്ന ആളുകൾ ഇങ്ങനെ കമന്റ് ചെയ്യുന്നതൊക്കെ കേട്ടിട്ടുണ്ടാവും? ഇങ്ങനെ മൂവി കണ്ടോണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത സീറ്റിലെ ആളുകൾ അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും കമന്റ് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടോ? അപ്പൊക്കെ എന്തോന്നും റിയാക്ട് ചെയ്തിട്ടുണ്ടോ? എന്തിനാ റിയാക്ട് ചെയ്യുന്നില്ലേ? എങ്ങനത്തെ കമന്റ് ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പൊ എന്തെങ്കിലും നെഗറ്റീവായിട്ട് കമന്റുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ അങ്ങനെ? ഇപ്പൊ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ ഈ പറയുന്ന? അല്ല, ഇപ്പൊ ഈ പറയുന്ന ഇങ്ങനെ തിയേറ്ററിൽ പോയിരുന്ന ഫസ്റ്റിലെ കാണുമ്പോഴുള്ള ഒരു ഗൂസ്ബം കാര്യങ്ങളും പറഞ്ഞിട്ടില്ലേ, അപ്പൊ അതൊക്കെ ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ടോ ഇങ്ങനെ? ഇപ്പൊ കുറച്ച് ഗ്രോത്ത് നോക്കുമ്പം പഴയ ആ ഒരു പൊസിഷനിലല്ല ഇപ്പൊ നിൽക്കുന്നത്. എന്തായാലും ആളുകളിലാണെങ്കിലും റെക്കഗ്നൈസ് ചെയ്യുന്നതും ഒക്കെ സ്റ്റാർഡം വല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ടോ പുറത്തൊക്കെ ഇറക്കുമ്പോ? എനിക്ക് വീട്ടിലിരിക്കുന്ന സമയത്ത് ചിലപ്പോ ഞാൻ 5 പടങ്ങൾ ചെയ്തു മറ്റേ സ്ക്രീനിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കാണുന്ന സമയത്ത് ടിവിയുടെ താഴെ മറ്റേ ജയഹയുടെയും ഈ രട്ടയുടെയും പ്രണയവിലാസത്തിന്റെയും ജാനമന്റെ ഒക്കെ മറ്റേ സെലിബ്രേഷൻ കിട്ടുന്ന ഷീറ്റുകളൊക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ ഈ ഇടയ്ക്ക് ഗുരുവായൂർ പോയി. ആൾക്കാരുടെ പോയ സമയത്ത് നമ്മൾ ആരുമില്ല, ആരും അറിയുന്നില്ലതോ. റൂമിലിരിക്കുമ്പോ മാത്രം നമ്മള് സെലിബ്രിറ്റി, പുറത്തിറക്കുമ്പോ വലിയ ഇതില്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. ഇല്ല, നിങ്ങൾ ഇവിടെ ഇരുന്ന് തള്ളുന്ന പോലെയും ഇല്ല. നമ്മള് തള്ളുന്നതാണോ? ഇത്രയും കേട്ടിട്ട് തള്ളുന്നതാണോ തോന്നിയേ? ഞാൻ എന്ത് സത്യസന്ധമായിട്ടാ കാര്യങ്ങളൊക്കെ പറയുന്നേ? തള്ളുന്ന പുച്ഛം. ഓക്കെ, ഇപ്പം പൂക്കാലം എന്ന് പറഞ്ഞിട്ട് മൂവിയില് ഫാദർ ഗബ്രിയൽ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി അത് കണ്ട സമയത്ത് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു ഫാദറിനെ കാണുന്നത്. എന്തായിരുന്നു ആ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ട് തോന്നുന്നത് കേട്ടപ്പോഴോ അല്ലെങ്കിൽ കണ്ടതിന് ശേഷമോ? പരിപാടി നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൊരു അച്ഛനെ പ്രസന്റ് ചെയ്യണമെന്ന് ഗണേശന് താല്പര്യം ഉണ്ടായിരുന്നില്ല സിനിമകളിലും മറ്റേ അതിലും ഒറിജിനലുള്ള. അതുകൊണ്ടാണ് ആ ലോഹയുടെ നിറം തന്നെ ഒന്ന് മാറ്റിപ്പിടിച്ചത്. പിന്നെ ആ ഷൂവും മറ്റേ ഹെയർ പരിപാടികളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പെട്ടെന്ന് സ്ഥിരം അച്ഛനല്ല പോലത്തെ ഒരു അച്ഛന ആവണം. ഇതാണ് ഇതുവരെ ആരും കണ്ടിട്ടില്ല. പിന്നെ അവിടുത്തെ ചടങ്ങുകളും മറ്റു പരിപാടികളൊക്കെ കുറച്ച് വ്യത്യസ്തമാണ്. ആ പള്ളിയിലെ പരിപാടി കർച്ചീഫൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കറക്കി ഡാൻസ് ചെയ്യുന്നതും ഓരോ അപ്പം എന്താ മനസ്സമ്മതം മറ്റതിനൊക്കെ അവർക്കും സമ്മതമാണെന്നുണ്ടെങ്കിൽ അവരും കർച്ചീഫ് കറക്കുന്നതും അങ്ങനത്തെ പരിപാടികൾ ഒരു വേറൊരു രീതിയിൽ തന്നെ അതൊന്ന് കാണിക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഇപ്പൊ സ്ഥിര അച്ഛൻ എന്നുള്ള പരിപാടികൾ വേണ്ട, നമ്മൾ ഉള്ള അച്ഛൻ. അപ്പം ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ പള്ളിയിൽ കയറിയിട്ടില്ല, മറ്റേ അച്ഛനെയൊന്നും കണ്ടിട്ടില്ല, സേഫ്. അപ്പോൾ ആൾ പറഞ്ഞു അതാണ് സേഫ്, സ്ഥിര ഒന്നും കാണാതെ വന്നോളൂ, മറ്റു പരിപാടികൾ. അങ്ങനെ ഒരു അച്ഛനെ ഉണ്ടാക്കണം എന്നുള്ളൊരു പരിപാടിയിലായിരുന്നു. നിന്ന് കൊടുത്തു. അപ്പോൾ നമുക്കിനി ഒരു റാപ്പിഡ് ഫയർ സെക്ഷനിലേക്ക് പോവാം. അത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കുറച്ച് ആൾക്കാർ ചോദിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്, ശരത്തിനോട് ചോദിക്കാനുള്ളത്. അപ്പോൾ അതാണ് ഞാൻ ചോദിക്കുന്നത്. കൂടെ എൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ വന്നത് സംഭവം എന്ന് വെച്ചാൽ, സജിയേട്ടാ വേണ്ട ഇവിടെ സേഫ് അല്ല എന്നുള്ളൊരു സാധനമാണ് ഒരാൾ അയച്ചിട്ടുള്ളത്. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ടൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഡയലോഗ് ഇത്രത്തോളം ഫെമിലിയർ ആയതിനെ പറ്റിയിട്ട് എന്താ ഒരു ഇപ്പം പറയുന്നത്? ഇപ്പം എന്തായാലും ഒരുപാട് ആളുകൾ ഇതിനെപ്പറ്റി ഇത് വന്ന് പോയി കഴിഞ്ഞു. എന്നാലും ഇപ്പോൾ ഒരാളിങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്.
ഇപ്പോഴും അതൊക്കെ മനസ്സിലുള്ളത് ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, പിന്നെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു സഡൻ ഹെൽപ്പിന് വേണ്ടിയിട്ട് ആരെ വിളിക്കും? പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷനിലൊന്ന്. ഇപ്പൊ അഫ്സൽ രോമാഞ്ചത്തില് മറ്റേ ഓക്കെ ഓക്കെ മനസ്സിലായി. ഓക്കെ ഓക്കെ, രണ്ടു പടത്തിൽ ഒരുമിച്ച് ഉണ്ടായിരുന്നു. ഭയങ്കര കൂട്ടാണോ? ഇപ്പൊ റൂമിലുണ്ട്. ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് വിളിച്ച് വരും. ഓക്കെ. അംബരീഷ് എന്ന് പറയുന്ന ഒരു ജോൾസന്റെ ക്യാരക്ടർ പേരൂർ പ്രീമിയർ ലീഗില്, അപ്പൊ ആ ഒരു ക്യാരക്ടറിന് അതിലൊരു തേപ്പ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ റിയൽ ലൈഫിൽ തേപ്പ് കിട്ടിയിട്ടുണ്ടോ? അപ്പൊ കിട്ടിയിട്ടുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് കിട്ടിയിട്ടുണ്ടത് ഇല്ല. ഷുവറാ? പക്ഷെ അങ്ങനെ തോന്നുന്നില്ലല്ലോ. ശരി, തേക്കാൻ തോന്നത്തില്ലത്. അടുക്കാറില്ലാന്നാണോ? അല്ല, പൊതുവെ ആളുകളെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിർത്തുന്ന ഒരാളാണോ? അങ്ങനെ തേപ്പ് കിട്ടിയിട്ടില്ല. ഇല്ല, ഷുവർ. അപ്പൊ ഉറപ്പിക്കാം, തേപ്പ് കിട്ടിയിട്ടില്ല. ഗ്രൂപ്പ് ഇന്റർവ്യൂസ് ആണോ അല്ലെങ്കിൽ സിംഗിൾ ഇന്റർവ്യൂസ് ആണോ കുറച്ചുകൂടെ കംഫർട്ടബിൾ? അല്ല, കുറച്ച് മുൻപ് ചോദിച്ച ചോദ്യം ആരുടെയായിരുന്നു? അവരുടെയായിരുന്നു സ്വന്തം? അല്ല, ഞാൻ പറഞ്ഞില്ല, ഇതില് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്റെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ എന്റെ ക്വസ്റ്റ്യൻ ഏതാണെന്നൊന്നും ഞാൻ പറയത്തില്ല. തേപ്പ് എന്റെ അല്ല ആക്ച്വലി. തേപ്പ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ഒരാൾ ചോദിച്ചതാണ്. പിന്നെ മറ്റേ അംബരീഷിന്റെ ഇത് ഞാൻ കണക്ട് ചെയ്തത് ഞാനാ. ഗ്രൂപ്പ് ഇന്റർവ്യൂസ് ആണോ സിംഗിൾ ഇന്റർവ്യൂസ് ആണോ കംഫർട്ടബിൾ? ഗ്രൂപ്പാണ്. അതാവുമ്പോൾ കുറച്ചും കൂടെ അവര് മേക്കപ്പ് ചെയ്ത് പൊക്കോളൂല്ലോ എന്നാണോ? നമുക്ക് ഒരുപാട് പണിയെടുക്കണ്ട എന്നുള്ളത്. പിടിച്ചോളും. അതുകൊണ്ടിട്ട് റീസെന്റ് കൊടുത്ത ഗ്രൂപ്പ് ഇന്റർവ്യൂ ഏതാ? മൂവി പ്രൊമോഷൻ തന്നെ കൊടുക്കുന്നത്. ഓക്കെ. ഇപ്പം നിലവിൽ ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സിൽ റിഗ്രറ്റ് തോന്നിയ ഒരു ക്യാരക്ടർ ഏതാണ്? ഒന്നുമില്ല, എല്ലാം നമുക്ക് വേണ്ടപ്പെട്ട ക്യാരക്ടേഴ്സാണ്. ഒന്നിലൂടെ അങ്ങനെ തോന്നിയിട്ടില്ല? അല്ലെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആക്കായിരുന്നു തോന്നിയത്? ചെയ്തിട്ടുണ്ട്. സ്ക്രീനിൽ കണ്ടതിന് ശേഷം ഇതിങ്ങനെ ചെയ്യായിരുന്നു എന്ന് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല? തോന്നിയിട്ടും കാര്യമില്ല. അതുകൊണ്ട് വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണല്ലേ? ഓക്കെ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ആക്ച്വലി എനിക്കൊരു ഇത് കണ്ടിട്ട് ഒരു ഓഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു. മൂപ്പര് പറഞ്ഞത്, അതായത് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടല്ലോ, സ്റ്റോറി ഞാൻ കാണിച്ചു തന്നില്ലേ, അത് കണ്ടിട്ട് ചോദിച്ചു, ഒരു സമയത്ത് ഒരു ഫിലിമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുള്ളിയും പുള്ളിയുടെ ഫ്രണ്ട്സ് എല്ലാവരും കുറേ പേര് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഇത് തന്നെ സജിയേട്ട സേഫ് അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാരിക്കേച്ചറാണ്, ശരത്തിന്റെ ഒരു കാരിക്കേച്ചറാണ്. അതെടുത്തിട്ട് അവരും അവരുടെ കുറെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ സ്റ്റോറി ഇട്ടിരുന്നു. എന്നിട്ട് എല്ലാവരും ശരത്തിനെ മെൻഷൻ ചെയ്തത്ര. എല്ലാവരുടെയും ആഡിറ്റ് സ്റ്റോറി കൊടുത്തു, പക്ഷെ നസീഫിന്റെ മാത്രം കൊടുത്തില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല? നസീഫാണ് ചോദിച്ചിട്ടുള്ളത്. ആ സമയത്ത് ഒരുപാട് പേര് മെൻഷൻ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ എല്ലാം ആയി വരുന്ന സമയത്ത് പിന്നെ എന്റെ സ്റ്റോറി കാണുന്ന ആൾക്കാർക്ക് ഒരു മുഷിപ്പുണ്ടാവില്ല. അതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ വരുന്നത് മാത്രമായിരിക്കും. കുറെ പേരുടെ പോയിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് തോന്നുന്നു നസീഫിന്റെ ഗ്രൂപ്പിൽ പുള്ളിയുടെ മാത്രമായിരിക്കും കിട്ടിയിട്ടുണ്ടാവുന്നത്. അപ്പൊ പുള്ളിക്ക് ഭയങ്കര ഹേർട്ട് ചെയ്ത് തോന്നുന്നു. എന്നെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് എന്തേന്നൊന്ന് ചോദിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഇതിനൊക്കെ ഉത്തരം കിട്ടിയല്ലോ. ഇതാണ് മടുത്തുപോയി, അതുകൊണ്ടിട്ട് വേണ്ടതല്ല. നമ്മുടെ സ്റ്റോറി കാണുന്നവർക്ക് ഒരു മടുപ്പുണ്ടാവില്ലേ? ഗണപതിയൊക്കെ ആ സമയത്ത് എനിക്ക് ഇത് ചെയ്തിട്ടുണ്ട്, ഒന്ന് നിർത്താവോടാ. അതെ അതെ അതെ, എന്തൊരു പ്രശ്നമാണെന്നുള്ള രീതിയിൽ എന്നും ഇതേപോലെ എനിക്ക് കുറെ മനുഷ്യൻ വന്നിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഗണപതി എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മളങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ. പിന്നെ ഒരാൾ ചോദിച്ചു, ആ ഡ്രോൺ ഇപ്പൊ കയ്യിലുണ്ടോന്ന്. ആക്ച്വലി അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ തിരിച്ചയാളോട് ചോദിച്ചു എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ ഒന്നും പറഞ്ഞില്ല, അത് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതിലെയാണോ പറയുന്നത്? ഓക്കെ ഓക്കെ. കൊറോണ സമയത്ത് എനിക്കത് കണക്ട് ആയില്ല. പടം ഞാൻ കണ്ട്, ഫുള്ളായിട്ട് കണ്ടില്ല, പക്ഷെ ഞാൻ കണ്ടു. ഇല്ല, ഞാൻ സീൻസ് എടുത്തിട്ടാ കണ്ടേ. പിന്നെ പേരിലെ സഭ എന്താന്ന് ചോദിച്ചു. അതെനിക്കും ആദ്യം ഒരു ഡൗട്ട് വന്നിരുന്നു കേട്ടോ, ശരത് സഭ എന്ന് കേട്ടപ്പം. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ഇരുന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. എന്നാലും ചോദിച്ചാക്ക് വേണ്ടിയിട്ട് പറഞ്ഞോളൂ. സഭ ഞാൻ തന്നെ കുത്തിക്കയറ്റിയ പേരാണ് സഭ.
അതെ, ഞാൻ കുറെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ആഡ് ഓൺ ചെയ്ത ഒരു സാധനമാണ്. ശരത് കുമാർ എന്നൊക്കെ ആയിരുന്നു സർട്ടിഫിക്കറ്റിന്. ശരത് കുമാർ. ഓക്കെ ഓക്കെ. അതൊക്കെ ഒത്തിരി ഉള്ളത് കൊണ്ട് പിന്നെ ഒരു നമുക്കൊരു പേരിനൊരു കനം പോരാന്നൊക്കെ തോന്നിയ സമയം ഒരു ഡിഗ്നിറ്റിക്ക് വേണ്ടി ശരത് സഭ എന്നാക്കി. ഓക്കെ, നൈസ്. എന്തായാലും ഒരു ഭയങ്കര വെറൈറ്റി സപ്പോർട്ട് ഉണ്ടായിരുന്നു. നല്ല വെറൈറ്റി ആണ്. പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ആർക്കും ഒരു ക്യൂരിയോസിറ്റി വരും എന്തായിരിക്കും ആ സഭ എന്നുള്ളത്. ഒത്തിരി മുൻപ് തന്നെ ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നു തന്നെ അങ്ങനെ ചെയ്തത്. ഓക്കെ ഓക്കെ. പിന്നെ ട്രസ്റ്റ് ആണോ മണി ആണോ ചൂസ് ചെയ്യാന്ന്? വൈ? അത് ചോദിച്ചിട്ടുണ്ട് സീരിയസ്ലി. ട്രസ്റ്റ് ഓർ മണി, വൈ? രണ്ടും ആവശ്യമുള്ളതുകൊണ്ട് രണ്ടും എടുക്കും. ഒരു പ്രയോറിറ്റി ഒന്നിനും കൊടുക്കില്ല, സിറ്റുവേഷൻ അനുസരിച്ചിട്ടായിരിക്കും എടുക്കുക. വളരെ പ്രാക്ടിക്കലാണ് നിങ്ങൾ. പിന്നെ ഞാൻ പൈസ ഇല്ലാതെ ഇങ്ങനെ വെറുതെ നിൽക്കുന്ന സമയത്ത് ട്രസ്റ്റ് കിട്ടിയിട്ട് എന്താ കാര്യല്ലേ? പൈസക്ക് പൈസ തന്നെ വേണത് വേണം, രണ്ടും വേണമെന്ന്. അത് കുറച്ചും കൂടെ കൂടുതലായിട്ട് ഇപ്പം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ട്രസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് ഈ മണി ഉണ്ടെങ്കിൽ വരുന്ന ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ ആൾക്കാർക്ക്. അപ്പോൾ എന്ത് ട്രസ്റ്റ്? എനിക്ക് മനസ്സിലായില്ല. ട്രസ്റ്റ് ഒന്ന് വിശദീകരിക്കാമോ? എനിക്ക് തോന്നുന്നു ചോദിച്ചാൽ ഉദ്ദേശിച്ചത് ഇപ്പം നമുക്ക് പേഴ്സണലി ആളുകളോടുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ. ഒരാളെ കാണുന്ന സമയത്ത് ഇയാളുടെ കയ്യിൽ പൈസയുള്ള ആളാണോ അല്ലെങ്കിൽ ഇയാളെ വിശ്വസിക്കാൻ കൊള്ളാവോ, അതായിരിക്കണം ഉദ്ദേശിച്ചത്. പൈസയുള്ള ആളാണ് അതിലെനിക്ക് കാര്യമില്ല. നമ്മൾ ചെയ്യുന്നതിൽ പൈസ കിട്ടുന്ന പരിപാടി. പൈസയുള്ള ആളായിട്ട് കൂട്ടുകൂടുക എന്നുള്ള ഒരു പരിപാടി അങ്ങനെ പിക്ക് ചെയ്യുന്നില്ല എന്ന്. അങ്ങനെയല്ല. വല്ല പൈസയും വേണം, ട്രസ്റ്റും വേണം. ഞാൻ എൻ്റെ ഇതുമായിട്ട് വർക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ച ആളുടെ അറിയില്ല, അത് എനിക്കും അറിയില്ല. ഒട്ടും കംഫർട്ടബിൾ അല്ലാതെ തോന്നിയ കോ സ്റ്റാർ ആരാണ് കൂടെ വർക്ക് ചെയ്തതിൽ? അത് എന്ത് റീസൺ കൊണ്ടും ആവാട്ടോ. അതായത് ഇപ്പം ഇറിറ്റേറ്റഡ് ആണ് എന്നുള്ളത് കൊണ്ടിട്ട് തന്നെ കംഫർട്ടബിൾ അല്ലാതാവണമെന്നില്ല. ഇപ്പം മമ്മൂക്കയുടെ ഒക്കെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് ആള് കംഫർട്ടബിൾ ആയി. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അല്ലല്ല, ഇപ്പൊ മമ്മൂക്ക ഇപ്പൊ നമ്മളൊരു മീഡിയ ഒരു പ്രോഗ്രാം ഒക്കെ കവർ ചെയ്യാനായിട്ട് പോകുമ്പോൾ മമ്മൂക്കാനെ കൂടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കംഫർട്ട് അല്ലാതാവും. കാരണം ഭയങ്കര റെസ്പെക്റ്റും ആ ഒരു ഇത് കൊണ്ടിട്ട് കംഫർട്ട് അല്ലാതാവുന്ന കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമ്മൾ പേടിക്കുന്നത് പേടിയൊന്നും ഉണ്ടായിട്ടില്ല, അടിപൊളിയായിരുന്നു. ഷൂട്ട് തുടങ്ങുന്നതിന് മുൻപ് നല്ല പേടിയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ കൂടെ ഒരു റിഹേഴ്സൽ പോലൊരു ടേക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് ആള് നമ്മളുമായിട്ട് ഉഷാറായി. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിന് കറക്റ്റായിട്ട് ഉത്തരം പറയണോ? അല്ല, തെറ്റാണെന്നല്ല, തെറ്റല്ല. പക്ഷെ ഇത് കുറച്ച് ഇങ്ങനെ ഡിപ്ലോമാറ്റിക് അല്ലാതെ പറയണം. മാട്രിമോണിയിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പ്രൊഫൈൽ എന്താണ്? ഞാൻ ശരത് കുമാർ എന്നാണ് എന്റെ കൊടുത്തിട്ടുണ്ട്. ഉണ്ട് ഗൈസ്, ഉണ്ട്. മാട്രിമോണിയിൽ കൊറോണ സമയത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇപ്പൊ സെർച്ചിങ് ആണ്. ഞാൻ കൊറോണ അപ്പോഴാണ് എനിക്കൊരു കല്യാണം കഴിക്കണം എന്നുള്ളൊരു മൂഡ് വരുന്നത്. വീട്ടില് ചുമ്മാ തിരിപ്പോ ഒരു പണിയില്ല, ഒരു പണിയില്ലായിരുന്നു. ഇപ്പൊ കല്യാണം കഴിക്കണം തോന്നിയോ? എന്തെങ്കിലും പണിയാവുമായിരുന്നു. അല്ല, അതും ഒരു കുടുംബം, ഒരു ഉത്തരവാദിത്വം, ആ ഒരു ഇതിലേക്ക് പോകാനായിട്ട് ഭയങ്കരമായിട്ട് ക്രേവിങ്സ് വന്നതാണോ? എന്നിട്ട് ഇപ്പം ഒന്നും നോക്കുന്നൊന്നുമില്ലേ? അപ്പൊ ഞാൻ കൊടുത്ത സമയത്ത് നമ്മുടെ ഇതെല്ലാം വെച്ച് കൊടുക്കൂലോ, ഏത് നമ്മുടെ മറ്റു പരിപാടികൾ, ബയോഡേറ്റാസ് ഒക്കെ കൊടുത്ത് ഒന്നും നടന്നില്ല. അയ്യോ, എന്നിട്ടോ ഇപ്പൊ നിലവിലൊന്നും വന്നിട്ടില്ലാന്നാണോ? പിന്നെ അത് എനിക്കൊരു ഇതായിരുന്നു, ആ സമയത്തുള്ളൊരു നല്ലൊരു സമയം പോക്കായിരുന്നു. 2 മാട്രിമോണി. പക്ഷെ എനിക്ക് തോന്നുന്നു ആർക്കും ഈ ശരത് സഭയാണെന്ന് മനസ്സിലാവാത്തോണ്ടായിരിക്കുവോ? 5-6 ഫോട്ടോ ആയിട്ടിരിക്കുന്നത്. ശ്രദ്ധിക്കാത്തവര് ശ്രദ്ധിക്കുക കേട്ടോ, കൊടുത്തിട്ടൊക്കെ ഇനി ശ്രദ്ധിക്കണ്ട. ഞാൻ വേറെ സെറ്റ് ഈ എന്താ മൂഡ് പോയി, അതാണ് വേറെ സെറ്റ് ആക്കിയിട്ടുണ്ട്. സെറ്റ് ആക്കിയിട്ടുണ്ട്.
എന്ന് വിചാരിക്കുന്നു, അറിയില്ല. കമ്മിറ്റഡ് ആണോ ഇപ്പോൾ? ആണോ? ശോ, ആദ്യം നമ്മുടെ എക്സ്ക്ലൂസീവ് ആണ് കേട്ടോ. ശരത് സമ കമ്മിറ്റഡ് ആയിരിക്കുകയാണ്. അപ്പൊ കുറെ പെൺപിള്ളേരുടെ ഹൃദയം തകർന്നിട്ടുണ്ടാവും. അപ്പൊ ഉറപ്പായിട്ടും ഉണ്ടാവും. ഇത് നിങ്ങൾ സ്ഥിരം ഓരോരുത്തരുടെ അടുത്ത് പറയുന്നു. അല്ല, എനിക്ക് ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഇത് ടോക്ക് ഉണ്ടായിട്ടില്ല ആരുമായിട്ടും. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഇന്റർവ്യൂല് കേട്ടിട്ടുണ്ടായിരുന്നു ഈ പരിപാടി. ഏത് ഇങ്ങനെ ക്രഷിന്റെ കാര്യം പറയുന്നത്? അല്ല, നിങ്ങളുടെ അല്ല, ഞങ്ങൾ പരിപാടിയിൽ ഒരാളെ കമ്മിറ്റഡ് ആണെന്ന് പറയുന്ന സമയത്ത് ഒരുപാട് പേര്. പക്ഷെ അല്ല, എന്താ വെച്ചാൽ ഞാൻ ഈ ശരത്തിന്റെ സ്റ്റോറി ഇട്ട സമയത്തുള്ള റിയാക്ഷൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കൂടുതലും ഗേൾസ് ആണ് റിയാക്ട് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഒരു അതെന്താ ക്രഷ് തോന്നാതിരിക്കാൻ പാകത്തിനുള്ളതൊന്നുമല്ലോ. ക്രഷൊക്കെ തോന്നും, എനിക്ക് വരെ തോന്നിയിട്ടുണ്ട്. ചുമ്മാ പറയുന്നതല്ല, ശരത്തിനോട് എനിക്ക് ക്രഷ് തോന്നിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഈ ഒരു സെഗ്മെന്റ് കഴിഞ്ഞു. റാപ്പിഡ് ഫയർ എങ്ങനെ ഉണ്ടായിരുന്നു? റാപ്പിഡ് ഫയർ ആയിരുന്നോ? ലാസ്റ്റ് സാധനം ഫയർ ആയിരുന്നു. അപ്പൊ സമാധാനം, പണിയെടുത്തതിന് ഗുണം ഉണ്ടായത്. ഫയർ ആയിരുന്നു, സംഭവിച്ചു അല്ലേ? എന്തായാലും നമുക്കൊരു എക്സ്ക്ലൂസീവ് കിട്ടിയിട്ടുണ്ട്. ഇതായിരിക്കും നമ്മുടെ തമ്പ്. ഞാൻ പറയാം, എന്നോടല്ലേ പറയാൻ പറഞ്ഞിരിക്കുന്നു. അത് ലാസ്റ്റ് പറയാനല്ലേ പറഞ്ഞോളൂ. ശരത് സഭ കമ്മിറ്റഡ് ആണ്, അത്രേ ഉള്ളൂ ഗൈസ്. കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് അല്ല, എന്താണെങ്കിലും ശരത് സഭ നിലവിൽ കമ്മിറ്റഡ് ആണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഉടനെ തന്നെ ഡിസ്ക്ലോസ് ചെയ്യും. ഒരു അനദർ സെക്കൻഡ് പാർട്ട് ഇതിനുണ്ടാവും. അപ്പൊ അതിൽ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആയിട്ട് പോവും, ആരാണ് എന്താണെന്നുള്ളത് ഷുവറായിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. ലാസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കമ്മിറ്റഡ് ആവാറുണ്ട്. അപ്പൊ പിന്നെ കൊള്ളാം. എന്തായാലും അപ്പൊ പക്ഷെ ഇത് കണ്ടോണ്ടിരിക്കുന്നില്ല. ആ കുട്ടി ഇത് കാണുന്നുണ്ടാവില്ലേ? ഓക്കെ, ഏത് തമാശയാന്നോ? റിലേഷൻഷിപ്പ് തമാശയാന്നോ? ഈ പറയുന്ന തമാശയാന്നോ? ആ കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ടാണല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, ഇതൊക്കെ ചുമ്മാതാന്ന്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു 3 ക്വസ്റ്റ്യൻ, ജസ്റ്റ് വെറും 3 ക്വസ്റ്റ്യൻ. ജനറൽ നോളജ് അല്ല, പക്ഷെ ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞാൽ സമ്മാനം ഉണ്ട് നിങ്ങൾക്ക്. ചോദിക്കട്ടെ, ഫേസ്ബുക്കും KCBയും ഒരേപോലെ ചെയ്യുന്നൊരു കാര്യം? ഫേസ്ബുക്കും KCB ഒരേപോലെ ചെയ്യുന്നൊരു കാര്യം. അയ്യോ, ആലോചിച്ച് നോക്ക്. ഫേസ്ബുക്കിൽ എന്താ ചെയ്യുന്നേ? നോ. KCBയിൽ എന്താ ചെയ്യുന്നേ? മീറ്റർ റീഡ് ചെയ്യുന്ന കാര്യം അതല്ല. അവര് കോമൺ ആയിട്ട് ഇപ്പൊ നമ്മള് KCBയിൽ KCB എന്തിനാ KCB ഉപയോഗിക്കുന്നത്? കറണ്ട് തരുന്നേ. കറണ്ട് എങ്ങനെയാ തരുന്നേ? ലൈൻ വലിക്കൂ. ഫേസ്ബുക്കും KCBയിലും ഒരേപോലെ ലൈൻ വലിക്കാൻ. അതല്ല കേട്ടോ, എന്റെ ആൻസർ അതല്ല. പോസ്റ്റ് ഇടല് ഒരേപോലെ ചെയ്യുന്ന കാര്യം. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാം, KCB പോസ്റ്റ് ഇടും. എങ്ങനെയുണ്ട്? പ്രതീക്ഷയില്ലല്ലോ. അതുപോലെ ഒരു ഉറപ്പാണോ? ശരി, എന്നാ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ എടുക്കായിരുന്നു. ഞാൻ 3 ക്വസ്റ്റ്യൻ എടുത്തു വെച്ചുള്ളൂ. മെയ് മാസത്തിൽ ജനിക്കുന്ന തേനീച്ച എന്ത് വിളിക്കും? ഞാൻ ഒന്നും വിളിക്കത്തില്ലതാണോ? സാധാരണ തേനീച്ച ഏത് മാസത്തിലാണ് ജനിക്കുന്നത്? സാധാരണ തേനീച്ച ഏത് മാസം വേണമെങ്കിലും തേനീച്ചക്ക് ജനിക്കാം. മെയ് മാസത്തിൽ ജനിക്കുന്ന തേനീച്ചയെ നമ്മൾ എന്ത് വിളിക്കും? ആ ഒരു ഇതിൽ ചിന്തിക്ക്. ഇറ്റ്സ് കുസൃതി ഫാൻ. നമ്മൾ ഇത്രയും നേരം ചെയ്ത പോലത്തെ സീരിയസ് അല്ല അത്. ഭയങ്കര മെയ് മാസത്തെ തേനീച്ച. ആലോചിച്ച് നോക്ക്. എനിക്ക് ആലോചിക്കാൻ വയ്യ. തേനീച്ച മേ ബി ഹണി ബി മേ ബി. അടുത്തേലും പിടിക്കുന്ന പറഞ്ഞിട്ട് ഇനി ഒന്നും കൂടെ ലാസ്റ്റ് കേട്ടോ. ഉറപ്പ്. ഒരു വണ്ടിയില് 2 അമ്മയും 2 മകളും യാത്ര ചെയ്യുന്നു. 2 അമ്മ 2 മകള്. പക്ഷെ പോലീസ് പിടിച്ചു.
പോലീസ് പിടിച്ചപ്പം അതിൻ്റെ ഉള്ളിൽ 3 യാത്രക്കാരേ ഉള്ളൂ. ബട്ട് വൈ? 2 മകള്. എത്ര പേരായി? പറ. ഒരമ്മ, അമ്മയുടെ 2 മക്കൾ. ഓ, പിടിച്ച്. ശരി, ഞാൻ തോറ്റ്. കറക്റ്റാ. അതായത് അമ്മയുടെ മോള്, മോക്കടെ മോള്. അപ്പൊ ഒരമ്മൂമ്മ, 2 മക്കള്. മനസ്സിലായല്ലോ? അങ്ങനെ 3 പേര്. അമ്മൂമ്മ, അമ്മ, മോള്. ഈ 3 ക്വസ്റ്റ്യൻ എൻ്റെ കയ്യിലുള്ളത്. പക്ഷെ ഞാൻ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തായിരുന്നു. ഞാൻ അറിഞ്ഞില്ലെന്ന് ഇത്രയും ആൻസർ പറയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്തായിരുന്നു. അല്ല ഗൂഗിളൊന്നുമല്ല. ഈ ക്വസ്റ്റ്യൻ ഒന്നും ഗൂഗിളിൽ പോലും കിട്ടത്തില്ല. പക്ഷെ വ്യൂവേഴ്സിന് അറിയായിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആക്ടിങ് മാത്രമല്ല, ഡാൻസിങ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഡാൻസറാണോ? അല്ലേ? ഈയിടയ്ക്ക് ഡാൻസ് കളിക്കാൻ ആൾക്കാരെ കിട്ടിയതാ. അപ്പോൾ അതിൻ്റെ കൂടെ കളിക്കുന്നുണ്ടല്ലോ. നല്ല, പക്ഷെ അടിപൊളിയായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. കോളേജ് ഡേ ആ സമയത്തൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കൂട്ടുകാരൊക്കെ കയറി കളിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ നിന്ന് കളിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഉത്സവത്തിനൊക്കെ ശിങ്കാരി മേളം, ബാൻഡ് മേളം, അതിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് കളിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി. ഞാൻ ശ്രദ്ധിച്ച ഡാൻസ് വന്നിട്ട് ഇഷിത ഷെട്ടി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇൻഫ്ലുവൻസറിന്റെ കൂടെ ഫ്രണ്ടാണോ? ഓക്കെ. നല്ല അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. അപ്പൊ ഇനിയും കൂടുതൽ ഡാൻസ് പെർഫോമൻസസ് ഒക്കെ പ്രതീക്ഷിക്കാം. കാസർഗോഡാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ പടം കാസർഗോഡ് ഉള്ള സമയത്ത് അടുപ്പിച്ചൊരു 2-3 റീല് എറണാകുളം വരുന്നു എന്നൊക്കെ പറയുന്നു. വന്നു കഴിഞ്ഞാൽ പ്രതീക്ഷിച്ചോളൂ. കൂടുതൽ ഡാൻസ് പെർഫോമൻസിലൂടെ പ്രേക്ഷകരെ ഉജ്ജ്വലിപ്പിക്കാനാണോ? ഞാൻ എന്തെങ്കിലും പറയുമ്പോ തള്ളാതെ പറയും. പക്ഷെ നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പൊ ഡാൻസ് ഓക്കെ, ആക്ടിങ് ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന കലകൾ? ഇതുപോലെ തള്ളൽ. ഓക്കെ. തള്ളുന്നുണ്ടെന്ന് സംഭവിച്ചു. പിന്നെ ഫിലിമിൽ തന്നെ വേറെ ഏതെങ്കിലും ഒരു ഇതിലേക്കൊക്കെ ഓപ്ഷൻസ് ട്രൈ ചെയ്യുന്നുണ്ടോ? സ്ക്രിപ്റ്റ് എഴുതുക, കഥ എഴുതുക? ഇല്ല. ഡയറക്ഷൻ അതിലേക്കൊന്നും പോവില്ല. ആക്ടിങ് മാത്രം മതി എന്നാണോ? അപ്പം ഇനി കൂടുതലായിട്ട് ഇപ്പം ആക്ടിങ്ങിൽ ഇപ്പം നിൽക്കുന്ന ഒരു പൊസിഷനിൽ നിന്ന്, അതായത് നിലവിൽ മലയാളം ഫീൽഡിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ പൊസിഷൻസ് ഉണ്ടല്ലോ. ഓരോ ആക്ടേഴ്സിന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഓരോ ആക്ടേഴ്സിനും ഓരോ പൊസിഷൻസ് ഉണ്ട്. അതിൽ ഏതൊരു പൊസിഷനിലേക്ക് എത്തണം എന്നാണ് എയിം ചെയ്യുന്നത് ഇനി ഫ്യൂച്ചറിൽ? ആരുടെ പൊസിഷനിലേക്ക്? അയ്യോ, ആരുടെ പൊസിഷൻ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ഇപ്പം ഒരു ഡ്രീം ഉണ്ടാവില്ല, ഇന്ന ആളെ പോലെ. ശരത് സഭയുടെ പൊസിഷനില് ആ സഭ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാന്. ഇതിനു മുൻപ് ഈ സ്പേസിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. ഇങ്ങനെ പറയുന്നു ഇയാളുടെ ഒരു പൊസിഷനിലാണ് ഞാനിപ്പോ ഉള്ളത് എന്ന് പറയാം. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ പറയുകയാണെങ്കിൽ ഈ കുറേ നാളൊക്കെ മുമ്പ് നമുക്കിങ്ങനെ ഒരു കോമഡി ചെയ്യുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇത്ര നാച്ചുറലായിട്ട് അഭിനയിച്ചു കൊണ്ടിട്ട് കോമഡി നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന കുറച്ച് ആക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ. ഇപ്പം പറയുകയാണെങ്കിൽ സുരാജ് ചേട്ടനൊക്കെ ആ ഒരു രീതിയിലേക്ക് വരും. അപ്പം ആ ഒരു കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് ഇപ്പം ശരത്തിനെ ആളുകൾ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു രീതിയിലേക്ക്. സുരാജ് ചേട്ടൻ്റെ പൊസിഷൻ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷെ ആ ഒരു കാറ്റഗറിയിലേക്ക് ഇങ്ങനെ ചെയ്യുന്ന ഒരു കോമഡി ആയിട്ട്, അല്ലെങ്കിൽ ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന, ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു ജനപ്രീതി കിട്ടുന്ന ഒരു ആക്ടർ എന്നുള്ള രീതിയിലേക്ക് ആ ഒരു കാറ്റഗറിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഏതൊരു കാറ്റഗറിയിലേക്ക് പോകാനാണ് താല്പര്യം? കോമഡി തന്നെ വിശദമായിട്ട് കേൾക്കുന്നത് ആദ്യമായിട്ടോ പറയുന്നത്. അതുള്ള കാര്യം ഞാൻ തള്ളിയതല്ല. അതല്ല, ഞാൻ തള്ളാണെന്നല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഇത് കേട്ടിട്ടില്ല. ഇത് ആക്ച്വലി ഒരു അനലൈസ് ചെയ്ത് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായ ഒരു സാധനമാണ്. കാരണം ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സിനൊക്കെ ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു സപ്പോർട്ട്, ആ ഒരു സപ്പോർട്ട് ഇങ്ങനെ അനലൈസ് ചെയ്ത് വരുമ്പം ഇങ്ങനെ ഒരു കാറ്റഗറിയിലേക്ക് ശരത് സഭ എത്തിക്കഴിഞ്ഞു. ഇപ്പം മലയാളം മൂവിയിൽ ഇപ്പം നമ്മൾ ഒരു ക്യാരക്ടർ ഇങ്ങനെ നോക്കുമ്പം അതിലേക്ക് ആരെയൊക്കെ പറ്റും എന്നുള്ളത് ആലോചിക്കുമ്പം ചില ഒരു സാധനങ്ങളിലേക്ക് ശരത് സഭ എന്നുള്ള മുഖം ആളുകളിലേക്ക് വരും. ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. ആ ഒരു ഇനി ഏതൊരു കാറ്റഗറി ഇപ്പം നിലവിൽ നിൽക്കുന്ന ഒരു ആളുകൾക്ക് കുറേ കൂടെ എൻ്റർടൈൻ ചെയ്യുന്ന, കോമഡി ചെയ്യുന്ന, അല്ലെങ്കിൽ കോമഡി അത് ഈ ഒരു രീതിയിൽ കോമഡി ചെയ്യുന്ന ഒരാളെന്നുള്ള
ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും അല്ല മുന്നോട്ട് അങ്ങനെ ഷെയ്ഡ്സ് ഓഫ് റോൾസ് വരുന്നതിനനുസരിച്ച് ചെയ്യാന്നാണ്. ഇന്നൊരു കഥാപാത്രം ചെയ്യണം എന്നൊന്നും മനസ്സിലൊരാഗ്രഹം ഇല്ലേ? എല്ലാ തരം പരിപാടികളും പിടിക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹമൊക്കെ കുറച്ച് സീരിയസ് ആയിട്ട് വില്ലൻ റോൾസ്, നെഗറ്റീവ് റോൾസ്. ആ നോട്ടത്തിലുണ്ട് ആ ഒരു വില്ലനിസം. ആക്ച്വലി എനിക്കത് പറ്റുമോ എന്നുള്ള രീതിയിലാണ് നോക്കിയേ, പക്ഷെ ഈ നോട്ടത്തിലുണ്ട് ആ വില്ലനിസം. എന്നെ നോക്കിയ നോട്ടത്തിലുണ്ടായിരുന്നു ആ വില്ലനിസം. അപ്പൊ ഞാൻ വരുന്ന ഓളത്തിനനുസരിച്ച് എല്ലാം ചെയ്യണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. ഇല്ല എന്നൊന്നും പറഞ്ഞ് അങ്ങനെ ഇതൊന്നും ഇല്ല. എനിക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല, അങ്ങനെയൊന്നും ഇല്ല. ഉണ്ട് പരിപാടികളൊക്കെ കുറച്ച് ഇന്ത്യ പരിപാടികളൊക്കെ പിടിച്ചാക്കുള്ളൂ വരുന്നതിനനുസരിച്ച്. അല്ല എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഡയറക്ടേഴ്സ് ഒക്കെ കാണും. എനിക്കൊരു നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യണം, അല്ലെ എനിക്കൊരു വില്ലൻ ഷെയ്ഡ് ചെയ്യണം എന്നൊക്കെ. കിട്ടുന്നത് എന്തും ഞാൻ ചെയ്യാൻ തയ്യാറാണ് ഗൈസ് എന്നാണോ? തേഞ്ഞൊട്ടി ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചാ അളിഞ്ഞു എന്നൊക്കെ. അപ്പൊ ഇപ്പൊ നിലവിൽ ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നുന്നത് ഏതാ? ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാം ഫേവറേറ്റ് ആവുന്ന സമയത്ത് ഫീഡ്ബാക്കുകൾ അനുസരിച്ച് ജാനേമൻ, പ്രണയവിലാസം, കൊറോണാദവൻ എൻ്റെ ഫസ്റ്റ് ഡേ ഷൂട്ട് സ്ക്രീനിങ് കഴിഞ്ഞ് വന്ന സമയത്ത് എൻ്റെ കൂട്ടുകാർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കൊറോണാദവൻ പരിപാടികൾ, എൻ്റെ പരിപാടി പ്രത്യേകിച്ച്. അതെന്താ? പക്ഷെ ഞാൻ അതിൽ കുറച്ച് ഓവറാണ് മറ്റേതാന്നൊക്കെ പറഞ്ഞ്. ഓവർ മീൻസ് എന്താ? ആ ഒരു ക്യാരക്ടർ ഓവറാന്നാണോ അതോ ആക്ടിങ് ഓവറാണോ? എൻ്റെ പെർഫോമൻസ് കുറച്ച് മീറ്റർ കൂടി പോയെന്നാണോ? അങ്ങനെ ഫീഡ്ബാക്ക് പറഞ്ഞോ? എല്ലാവരും അങ്ങനെ തോന്നിയോ? കണ്ടപ്പോ അങ്ങനെ തോന്നിയോ? ഞാൻ അങ്ങനെ ഓവറാക്കിട്ട് തന്നെ ചെയ്തേ. അല്ല മേ ബി ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നത് അതായിരിക്കുമല്ലോ. ഇത് എന്നോട് ചോദിച്ചിട്ട് എന്താ ഫ്രണ്ട്സിനോട് ഫ്രണ്ട്സ് കാണാനായിട്ട്, ശരത്തിന്റെ ഫ്രണ്ട്സ് കാണാനായിട്ട് ആ ഒരു ക്യാരക്ടർ അത് ഡിമാൻഡ് ചെയ്യുന്നു. വിഷമമുണ്ട് ഗൈസ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ. നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ വിഷമമുണ്ട്. നമ്മളെ തന്നെ ഡ്രാമ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ആൾക്കാർ അഭിനയത്തിനെ കുറിച്ച് പഠിക്കുന്നവരും അത് ചെയ്യുന്നവരും അതിന് റിസർച്ച് ചെയ്യുന്നവരൊക്കെ തന്നെയാണ് ഈ പറയുന്നത്. എൻ്റെ ഫ്രണ്ട്സും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം വലിയ അക്കാഡമിക് ആയിട്ടുള്ളൊരു ടീം. അവർക്കാർക്കും എൻ്റെ പരിപാടി അത്ര വർക്കായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പുറത്ത് എല്ലാവർക്കും സാധാരണ ഇപ്പോഴും ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അഡി ടീംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവരുടെയൊക്കെ ഫേവറേറ്റ് പടങ്ങളിലൊന്നാണ് ഈ കൊറോണ. ഇപ്പം കണ്ണൂർ സ്ക്വാഡിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ മമ്മൂക്കയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ്, ഞാൻ പൊതുവെ ഒരു മമ്മൂക്ക ഡൈഹാർഡ് ഫാനാണ്. അപ്പോൾ മമ്മൂക്കയുടെ കൂടെയുള്ള ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കേൾക്കാൻ ഭയങ്കര കൊതിയുണ്ട്. എനിക്ക് കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ടുള്ള പ്രൊമോഷനായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഇല്ലേ, അതിൽ പുള്ളി എന്നെ കുറിച്ച് ഞാൻ കണ്ടിരുന്നു. അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2-3 ഇന്റർവ്യൂസിൽ പറഞ്ഞു നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, നാച്ചുറൽ ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഈ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുമ്പോൾ അതാ മമ്മൂക്കയുടെ ഫീഡ്ബാക്ക്, നല്ല വാക്കുകൾ, ഭയങ്കര ഒരു അപ്രിസിയേഷൻ തന്നെയാണ്. നമ്മളോട് പേഴ്സണലി അല്ലാതെ നാട്ടുകാരോടും കൂടെ കേൾക്കുന്ന അങ്ങനെ പറയുന്ന സമയത്ത് അതാണ് എൻ്റെ നമുക്കെന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത് വരുന്ന സീൻ അതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞല്ലേ, മറ്റേ ഒരു കാറ്റഗറിയിലേക്ക് വന്നു അല്ലെങ്കിൽ ഒരു അനാലിസിസ് പറഞ്ഞില്ലേ, അതിൽ ഇതൊക്കെ പെടും. മമ്മൂക്കയുടെ ആ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ തന്നെ. വിഷയത്തിൽ നിന്ന് തെറ്റി മാറുന്നു. ഓക്കെ പറയൂ. ലൊക്കേഷനിൽ പോകുന്നത് ഞാൻ മുൻപ് ഇന്റർവ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പോകുന്നതിന് മുൻപ് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്ന് കുറച്ചുകൂടെ പേടിച്ചു, ശേഷം നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ഇതുപോലെ ഇത്ര അടുത്ത് നിന്ന് ആളുടെ കണ്ണിൽ നോക്കി ഡയലോഗ് പറയാൻ പറ്റുമ്പോ ആക്ച്വലി അത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു മോഡ് ഓഫ് ക്യാരക്ടറാണത്. അതും ത്രൂ ഔട്ട് ആ ഒരു മൂവിയിൽ വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് മേ ബി ആ ഒരു കഥയ്ക്ക് എവിടെയൊക്കെയോ കുറച്ച് ട്വിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണത് അല്ലേ? ആ ഒരു കഥയുടെ ഗതി മാറ്റി വിടുന്ന കുറച്ച് സംഭവങ്ങൾ
ഞാൻ തള്ളുന്നല്ലോ. അപ്പൊ ആ ഒരു സാധനത്തിലേക്കൊക്കെ പറ്റുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അടിപൊളി ഒരു ഫീൽ തന്നെയല്ലേ. ചിലർക്കൊന്നും കണ്ണൂർ സ്ക്വാഡ് കണ്ടിട്ട് ഞാൻ കണ്ണൂർ സ്ക്വാഡിൽ ഉണ്ടെന്ന് പറയുന്ന സമയത്ത് ഏത് ക്യാരക്ടർ എന്ന് ചോദിക്കാറുണ്ട്. പെട്ടെന്ന് അവർക്ക് അവരുടെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഇതുവരെ ശരത് സഭ എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു ഐഡന്റിറ്റി അല്ല അതിൽ ഉള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. അതായത് ഇതുവരെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ എൻ്റർടൈൻമെൻറ്റ്, കോമഡി, ഫൺ, ഒരു നാട്ടുംപുറം കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു വെറൈറ്റി സ്ലാങ് കൈകാര്യം ചെയ്യുന്ന ഒരാൾ എന്നൊക്കെ പറയുന്ന ഒരു ഇതിൽ നിന്ന് കുറച്ച് ഫോമലായിട്ടുള്ള ഒരു ക്യാരക്ടറിലേക്ക് മാറിയിട്ടുണ്ട് അത്. അതുകൊണ്ടാണ് ആളുകൾക്കത് പെട്ടെന്ന് ശരത്താണോ അത് എന്നുള്ളൊരു ചോദ്യം വരുന്നത്. എനിക്കങ്ങനെ തോന്നുന്നു ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ അല്ലേ. അതുകൊണ്ടായിരിക്കും. അത് മാത്രമായി ആവണമെന്നില്ല, അതുമാവാം. അതുപോലെ ദിലീപേട്ടൻ്റെ കൂടെ ഒരു ഫ്രെയിമിൽ ദിലീപേട്ടൻ പെട്ടെന്ന് ഒരു ദിവസം ഷൂട്ടിന് ഞാൻ അങ്ങനെ പോകുന്നു. ആളുടെ ഷൂട്ട് കഴിഞ്ഞ് പുള്ളി ഇങ്ങോട്ട് നടന്നു വരുന്നു. ഞങ്ങൾ സീനിലല്ല ആദ്യം കാണുന്നത്. അപ്പോൾ എന്താ ഞാൻ ഇങ്ങോട്ടും കയറി പോകുന്ന സമയത്ത് പുള്ളി എന്നെ കണ്ട് അവരുടെ അസിസ്റ്റൻ്റ് ആരോ കാണിച്ചു കൊടുത്തു, ഇതാണ് സഭ, മറ്റേതാണ്. അപ്പോൾ ഞാൻ ക്രോസ് ചെയ്ത് പോയി തിരിച്ചിങ്ങനെ വന്നിട്ട് നോക്കിയിട്ട് പടത്തില് നിങ്ങൾ വലിയ സൈസായിട്ട് ഫീൽ ചെയ്തത്, മറ്റേത് അങ്ങനെ തന്നെ അവരും വിചാരിച്ചത് അവിടെ വീട് അങ്ങനെ അങ്ങനെ പെട്ടെന്ന് നമ്മുടെ തൊട്ടേട്ടൻ എന്നൊക്കെ പറയുന്ന ഒരു അങ്ങനത്തെ ഒരു പെട്ടെന്ന് അങ്ങ് പിന്നെ അടുത്ത സീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 4 പേരും കൂടെ ഒരു ബീച്ചിന്റെ സൈഡിൽ കൂടെ നടന്നു വരുമ്പോൾ വൈകിട്ട് നിന്നാണ് ക്യാമറ വെച്ചിരിക്കുന്നത്. അപ്പോൾ നടത്തം മാത്രം മതി, മൈക്കൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് വേറെ തമാശയൊക്കെ പറഞ്ഞിട്ട് നടന്നു വരുന്നത്. മാസിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ആൾ തമാശയൊക്കെ പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. വൈകിട്ട് നിന്നുള്ള സ്ലോ മോഷൻ ഇതല്ലായിരുന്നു. ആ ഒരു ഇതിൽ തന്നെയൊക്കെ ആയിട്ട് ആളുമായിട്ട് നമ്മൾ സീനിയർ ആർട്ടിസ്റ്റ് മറ്റവര് എന്നൊക്കെ നമുക്കൊരു പേടി ഉണ്ടാകുന്നത് മൊമെന്റ്സൊക്കെ ആ ഒരു 2 പരിപാടികളിൽ തന്നെ. പിന്നെ സീനിയർ ആർട്ടിസ്റ്റിൻ്റെ കൂടെ പോവാം. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ കൂടെ പോകുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. ഇവർ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. മറ്റുള്ള നമുക്ക് എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ ക്ലിയർ ചെയ്ത് കാണിച്ച് ഗൈഡ് ചെയ്യും, കൃത്യമായിട്ട് ഗൈഡ് ചെയ്യും. അപ്പം നമ്മൾ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല ഇവരുടെ കൂടെ ചെയ്യാൻ. അപ്പൊ നമ്മൾ ഈ പുറമെ ഒന്ന് നിന്ന് കാണുന്ന പോലെയുള്ള ഒരു ഇതല്ല അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ. ഇത് നമ്മൾ ഡ്രാമ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഓരോരുത്തർ നമ്മുടെ സീനിയേഴ്സൊക്കെ 1-2 പേരൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നവരും മറ്റവരൊക്കെ തന്നെയാണ്. അപ്പം ഇവർ വന്നിട്ട് ഓരോ ഇവിടെ കഥ പറയാം. നമ്മൾ ലൊക്കേഷൻ പോയി കഴിഞ്ഞാൽ ആൾക്കാരുടെ മുന്നിൽ ഇരിക്കരുത്, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ടല്ലോ. ആൾക്കാരോട് അധികം പോയിട്ട് മിണ്ടരുത്, ഇൻസ്ട്രക്ഷൻസ് അങ്ങനെ കുറെ പേടിയും ഇതൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഇതിൽ വരുന്ന സമയം. അതെനിക്ക് ഇപ്പോഴും ഉണ്ട്. ഒരാളുമായിട്ട് ഇങ്ങനെ പുതിയത് ലൈക്ക് ചെയ്യുന്ന സമയത്ത് നമ്മള് ക്യാരക്ടർ വെച്ച് ഈ പറച്ചില് പോയി കഴിഞ്ഞാൽ അവർക്ക് ഡിസ്റ്റർബ് ആവണ്ടെന്നൊക്കെ വെച്ചിട്ട് ആദ്യം അവരുടെ ഒരു ഇതൊക്കെ നോക്കി മെല്ലൊക്കെ ഞാൻ ഒരാളായിട്ട് കൂടുതൽ സംസാരിക്കാൻ പോകത്തുള്ളൂ. അങ്ങനെ ഉള്ളു. എനിക്ക് അങ്ങനെ ചാടി കയറി മിങ്കിളാവാൻ കുറച്ച് പാടാണ് എന്നാ പറഞ്ഞു. അല്ല ഇങ്ങനെ തപ്പുമ്പോ ഓക്കെ ഞാൻ വിടുന്നില്ല, പറഞ്ഞോ. അങ്ങനെയൊക്കെ തന്നെ. അപ്പം ആ ഒരു അവരുടെ നിന്ന് കേട്ടിട്ടുള്ള എക്സ്പീരിയൻസിലൊക്കെ നമ്മൾ എല്ലാ ലൊക്കേഷനിലോട്ട് ഇപ്പോഴും പോകുന്ന സമയം ഒരു ലൊക്കേഷനിലോട്ട് പോകുന്ന സമയത്ത് ആ ഒരു ഇതിങ്ങനെ ഉണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ സിനിമ അവര് പേടിപ്പിച്ച കണക്കേ ഇല്ല. എല്ലാവരും ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളുമായിട്ട് മിങ്കിളാകുന്നൊരു കമ്പനിയാകുന്നൊരു ഇതാണ്. അതിപ്പോൾ ഞാൻ ഇപ്പം കുറച്ച് പടങ്ങളിൽ അഭിനയിച്ച ഉണ്ടൊന്നുമില്ല. ഞാൻ ആദ്യം തരംഗം ചെയ്യുന്ന സമയത്ത് ആണെങ്കിൽ കൂടി മറ്റേ ഡയറക്ടറും മറ്റേ ടോവിയും ബാലും ടീംസും ഉണ്ണിമോൻ ഇവരെല്ലാവരും കുട്ടേട്ടൻ പിന്നെ അസിസ്റ്റൻസ് ടീംസ് എല്ലാവരും പെട്ടെന്ന് നമ്മളാണ് കുറച്ചൊന്ന് ഇങ്ങനെ നിൽക്കുക. അവരിങ്ങനെ എല്ലാവരും ചെയ്യുന്ന പോലെ അപ്പൊ നമ്മളൊന്നും ഇങ്ങനെ അതൊക്കെ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് അതൊക്കെ വേണ്ടെന്നൊക്കെ നമ്മളിങ്ങനെ കംഫർട്ട്. അതേപോലെ തന്നെ ദിലീപേട്ടൻ്റെ അവിടെ പോകുമ്പോഴത്തെ സമയത്ത് നമുക്കൊരു ഉൾവലിവുണ്ടാവും, പക്ഷെ അതിന്റെ ആവശ്യം ഉണ്ടാകുന്നില്ല. പെട്ടെന്ന് സിങ്കായി പോകും. ഓക്കെ, വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്.
ഇത്രയും പേരെ സീരിയസ് ആയിരുന്നു. ഇനി ഇച്ചിരി ഒരു തമാശയ്ക്ക് വേണ്ടി ചോദിക്കുന്നത് അല്ല. ഇപ്പം കുറച്ച് ഞാൻ ഒരു 2-3 മൂവീസ് പറയാം. ശരത്ത് തന്നെ അഭിനയിച്ച 2-3 മൂവീസ് പറയാം. അതിലെ ക്യാരക്ടേഴ്സിൻ്റെ പേര് അപ്പം ശരത്തിന് വേറൊരു പേരായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? തമാശയ്ക്ക് കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്ന പോലെ. പ്രണയവിലാസത്തിലെ ക്യാരക്ടറുടെ പേരെന്താ ശരിക്കും? ഓർക്കണില്ലേ? എനിക്ക് നല്ല ഓർമ്മക്കുറവുള്ളതാണ് ശരിക്കും. അപ്പൊ അതിനിപ്പോ ഒരു പേര് സജസ്റ്റ് ചെയ്യുന്ന വിനോദ്. വിനോദ് തന്നെയാണ്. വിനോദ് ഇതിലല്ലേ വിനോദ്, കണ്ണൂർ സ്കോഡിലും വിനോദാ. അപ്പൊ വിനോദ് എന്നൊക്കെ സതീഷ് എന്നാണ്. എന്ത് പറയുമെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞതാ. കറക്റ്റ് ആയിട്ട് പറയുമെന്ന് അറിയാൻ വേണ്ടി. സ്വന്തം ക്യാരക്ടേഴ്സ് അല്ലേ, അങ്ങനെ മറക്കാമോ? പ്രണയവിലാസത്തിലെ പറ. വില്ലേജിലെ സതീഷ്. എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എനിക്ക് ഓർമ്മയില്ല. പ്രണയവിലാസത്തിന്റെ ഷൂട്ടിന്റെ പ്രൊമോഷന് ഇരിക്കുക ഇരുന്ന് ചെയ്യുന്ന സമയത്ത് ഇതേ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു. അപ്പൊ ഞാൻ ഡയറക്ടറിനടുത്ത് എന്തായിരുന്നു എന്റെ ക്യാരക്ടർ പേര്? അപ്പോഴത്തേക്ക് എനിക്ക് മറന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരക്ടറിന്റെ പേര് അങ്ങനെ ഉച്ചരിച്ചിട്ട് അങ്ങനത്തെ ഒരു ഇത് വരുന്നില്ല. അതാണ് നമുക്കും കണ്ടിട്ടും ഓർമ്മ നിൽക്കാത്തത്. അതുകൊണ്ട് അപ്പൊ കണ്ണൂർ സ്ക്വാഡിലാണെങ്കിൽ വിനോദ്, വിവേകാനന്ദൻ വൈറലാണെന്നുള്ളതിലോ പേരെന്താ പറയ്. ഞാനിത് ക്വസ്റ്റ്യൻ ചോദിക്കാണ് ഓർമ്മയുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്. ഓർമ്മ ഉണ്ടാവില്ല സീരിയസ്. ക്യാരക്ടറുടെ പേര് മറന്നുപോയി. ഇരട്ടയിലോ? ജയിൽ പുള്ളി എന്ന സ്ക്രിപ്റ്റിലൊക്കെ ഓട്ടോ ഡ്രൈവർ, ജയിൽ പുള്ളി, കൃത്യമായിട്ടൊരു പേര് അങ്ങനെ എനിക്ക് ഉണ്ടാവില്ല. ഇതില് ജാനമല്ലിൽ കണ്ണൻ. ഒരുപാട് ക്യാരക്ടേഴ്സ് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ഗൈസ്. പേരൊക്കെ മറന്നു, സ്വാഭാവികം, പ്രശ്നമില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നില്ല എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ പഠനത്തിനും മറ്റു ഓർമ്മയിലും മറ്റു കാര്യങ്ങളിലെല്ലാം എന്താ അങ്ങനെ. നിങ്ങളുടെ VM സ്റ്റുഡിയോ ഇതല്ലേ? മൂവി വേൾഡ് മീഡിയ. ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് ഞാൻ അവിടെ ഡബിങ്ങിന് നിൽക്കുമായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എവിടേക്കാ ഇതിന് പോകുന്നേ? അപ്പം ഞാൻ ഫോൺ എടുത്തു, എന്നിട്ട് ലൊക്കേഷൻ നോക്കിയിട്ട് മൂവി വേൾഡ് സ്റ്റുഡിയോ. അതാണോ ഞാൻ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ സമീറയാന്ന് പറയുമ്പം എന്തോ കേൾക്കാത്ത പോലെ നിന്നോണ്ടിരുന്നേ. മൂവി വേൾഡ് സ്റ്റുഡിയോ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഫോൺ ഇവിടെ വെച്ചു. ഞാൻ അത് 3-4 തവണ അവിടെ നോക്കി, മറ്റേ നോക്കി മറിച്ച് നോക്കി. എന്നിട്ട് എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. എന്നിട്ട് പിന്നെ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ വരുമ്പോൾ വേറൊരുത്തം വന്നിട്ട് എവിടെ ഇൻ്റർവ്യൂ എന്ന് ചോദിച്ചു. ഞാൻ നല്ല ഫോൺ എടുക്കുമ്പോൾ അവൻ അവിടെ വന്നിട്ട് മൂവി വേൾഡ് സ്റ്റുഡിയോ. അപ്പം ഞാൻ ഒറ്റ തവണ. അത് നമ്മുടെ മൂവി വേൾഡ് ആയതുകൊണ്ടിട്ട് ആൾക്കാർ ഓർത്തിരിക്കുന്നതാണ്. അത് എല്ലാവർക്കും അറിയാമല്ലോ, ഓർത്തിരിക്കും. നമ്മുടെ ബ്രാൻഡ് ഓർത്തിരിക്കും. അവൻ പക്ഷെ ആദ്യമായിട്ട് കേൾക്കുമായിരുന്നു. അല്ല എൻ്റെ കൂട്ടുകാരൻ ആദ്യമായിട്ട് കേൾക്കുമായിരുന്നു. അല്ല അത് ശരിയായിരിക്കും. എല്ലാവരും എൻ്റെ കൂട്ടുകാരൻ്റെ കാര്യം എനിക്കറിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും ഇതുവരെ ഉള്ള ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അനാലിസിസ് അത് കാര്യമായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ പറഞ്ഞതാണ്. അങ്ങനെ ഒരു പൊസിഷനിലേക്ക് ശരത് സഭ നിലവിലെത്തിക്കഴിഞ്ഞു. ഇനിയും ഇതിനും അപ്പുറം കുറച്ച് നല്ല പൊസിഷൻസ്, നല്ല ക്യാരക്ടേഴ്സ് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കുറേ മുമ്പ് പറഞ്ഞ പോലെ എല്ലാ ഇൻ്റർവ്യൂവിനും എല്ലാവരും തള്ളുന്ന പോലെ അങ്ങനെയല്ല. ഞാൻ സീരിയസ് ആയിട്ട് ഒരു ഫാൻ എന്നുള്ള രീതിയിൽ പറയാണ്. ഞാൻ പലപ്പോഴും മൂവീസ് കണ്ടിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്ത് നാച്ചുറലായിട്ടാണ് ചെയ്യുന്നത് എന്ന് ചിന്തിച്ചിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ, എനിക്ക് ഇഷ്ടമുള്ള ഒരാൾ എന്ന നിലയിൽ പറയാണ്. ഇനി നല്ല നല്ല ഒരുപാട് ക്യാരക്ടേഴ്സ് കിട്ടട്ടെ. മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പറ്റട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ഒരു ടൈം മാറ്റിവെച്ചതിന് വളരെയധികം നന്ദി. നമുക്കിനി വീണ്ടും മൂവി വേൾഡ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ശരത് സഭ ഇനിയും വരും. പാർട്ട് 2 മറ്റേ എക്സ്ക്ലൂസീവ് ചിലപ്പോൾ തരുമായിരിക്കും, ഇല്ലേ? Thank you. Thank you guys.